ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം 15 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വാങ്ങിയതെന്ന് ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴി. സ്പോൺസർഷിപ്പായി 1.5 കോടിയോളം രൂപ പോറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിലെ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് SIT അന്വേഷണം ഊർജിതമാക്കി. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെയും കട്ടളപ്പാളിയിലെയും ബാക്കി വന്ന സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത്. 474 ഗ്രാം സ്വർണമാണ് ഉണ്ടായിരുന്നത്. ഇതിന് 15 ലക്ഷം രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനിൽ നിന്ന് വാങ്ങിയത്. 1.5 കോടിയോളം രൂപ പല തവണകളായി ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പായി ഗോവർദ്ധനിൽ നിന്ന് പോറ്റി കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്തരം ഇടപാടുകൾ ഉള്ളതിനാലാണ് സ്വർണത്തിന് വൻ വില ഗോവർദ്ധനിൽ നിന്ന് പോറ്റി വാങ്ങാതിരുന്നതും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തതിന്റെ രേഖകളും SIT പിടിച്ചെടുത്തു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതിൽ 1 കിലോയോളം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്തത്. 96 ഗ്രാം സ്വർണം പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസ് വാങ്ങുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതതല ബന്ധത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിന്റെയും KP ശങ്കർദാസിന്റെയും പങ്കിനെ കുറിച്ചാണ് പ്രധാനമായ അന്വേഷണം. ഇരുവരെയും കേസിൽ പ്രതിയേർക്കാത്തതെന്താണെന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. അന്വേഷണത്തിന്റെ മെല്ലെപ്പോക്കിൽ കടുത്ത അതൃപ്തിയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.